ശ്രീ അഭിമന്യു കോഴിയാട്ട്, ശ്രീമതി ഷിബിന വി കെ, സംഘടനാ ചുമതലയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ്, തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നേമം ഷെഫീർ, മറ്റ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹപ്രവർത്തകർ, ഇന്ന് ഈ അധോലോക സംഘത്തിനെതിരായി അധോലോക കേന്ദ്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ചുമായി വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ശ്രീ എം ഹസന്റെയൊക്കെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമ്പോൾ പോലീസുകാരായിരുന്നു പ്രതിരോധിക്കുന്നത്. ഹസൻ സാറിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഞങ്ങൾ ഈ അധോലോക കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങളെ തടയാനായി നിൽക്കുന്നത് പോലീസുകാരോടൊപ്പം ശശിസേനയിൽപ്പെട്ട ചില എംബോക്കികളാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ എത്ര പേർക്കാണ് മാസാമാസം സ്വർണ്ണക്കടത്തിന്റെ കമ്മീഷൻ കൃത്യമായി വീടുകളിലേക്ക് എത്തുന്നത്? നിങ്ങളിൽ എത്ര പേരാണ് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ കാവൽക്കാരായി അവർക്ക് വേണ്ടി എസ്കോർട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല. എന്നാൽ ശ്രീ പിണറായി വിജയന്റെ വിശ്വസ്തനായ ശശിയുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ADGP അജിത് കുമാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊടി സുനിയോ, നിർമ്മാണി മനോജോ, അണ്ണൻ ഷജിത്തോ, അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയോ അല്ല. ഈ കേരളത്തിലെ നമ്പർ 1 ക്രിമിനലിന്റെ പേര് അത് ADGP അജിത് കുമാറാണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുകയാണ്. മറ്റുള്ള കള്ളന്മാർ, കൊള്ളക്കാർ, അവരുടെ പ്രത്യേകത അവർ കള്ളത്തരങ്ങളും കൊള്ളയും മാത്രമേ നടത്തുന്നുള്ളൂ. ഈ അജിത് കുമാറിനെ പോലെയുള്ള കൊള്ളക്കാരുടെ, ട്രെയിൻഡ് കൊള്ളക്കാരുടെ, നക്ഷത്ര ചിഹ്നമുള്ള IPS കൊള്ളക്കാരുടെ പ്രത്യേകത ക്രിമിനൽ നടപടികളോടൊപ്പം അത് മറച്ചു വയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിന്റെ സാധ്യതകൾ കൂടി അവർ വിനിയോഗിക്കും. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് താനൂരിലെ കസ്റ്റഡി കൊലപാതകം. സാധാരണ കസ്റ്റഡി കൊലപാതകത്തെ പറ്റി നമുക്കറിയാം. ഏതെങ്കിലും ഒരു കേസിനകത്ത് ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ട് വന്നുണ്ടാകുന്ന 3rd ഡിഗ്രിയിൽ അബദ്ധത്തിലാണ് കൊലപാതകം ഉണ്ടാകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. താനൂരിലേത് അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും ശശിയുടെയും ഒക്കെ സ്വർണ്ണക്കടത്ത് നെക്സസിനെ പറ്റി ഇൻഫോർമറായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് മറ്റൊരു കേസിന്റെ പേരിൽ താനൂർ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന ഏറ്റവും ഹീനമായ, ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രീ അബിൻ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തിനകത്ത് CBIയുടെ എൻക്വയറി ഉണ്ട്. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ തീരുമാനം? CBIക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾക്ക് ആ കേസ് തെളിയിക്കാൻ ഒരുപാട് ഡമ്മി, പുട്ട് ഡമ്മിയും തേക്ക് ഡമ്മിയും ഒന്നും വേണ്ട. നിങ്ങൾ ആ മെഹസർ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ മെഹസർ റിപ്പോർട്ടിനകത്തെ പൊരുത്തക്കേടുകൾ നോക്കിയാൽ, താനൂർ സ്റ്റേഷനിലെ CCTV പരിശോധിച്ചാൽ, താനൂർ സ്റ്റേഷനിലെ രാത്രി വാറാവുകാരുടെ ലേവുക്കൊന്ന് പരിശോധിച്ചാൽ, ഈ 3 രേഖകൾ പരിശോധിച്ചാൽ തന്നെ താനൂരിലെ കൊലപാതകത്തിന് പിന്നിൽ സുജിത് ദാസ് ആണ് എന്നും ആ സുജിത് ദാസിന് നിർദ്ദേശം കൊടുത്തത് അജിത് കുമാറാണ് എന്നും, ഇന്നും ആ കേസ് തെളിയിക്കാതെ കിടക്കുന്നത് അജിത് കുമാർ പണ്ട് CBI ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ ആ CBI ബന്ധങ്ങളാണ് എന്നും ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ ബോധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും അന്വേഷണമില്ല. ഇവിടെ അതിന് സൂചിപ്പിച്ചതുപോലെ തൃശൂർ പാർലമെന്റ് സീറ്റ് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ കാഴ്ചവെച്ചിട്ടാണ് പിണറായി വിജയൻ ജയിലിൽ പോകാതെ കേന്ദ്ര സേനകളോട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിൽമെന്റിനും ഷാജ് കിരണുമായിട്ടുള്ളതല്ല, സ്വപ്ന സുരേഷുമായിട്ടുള്ളത് മാത്രമല്ല, RSSന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഡീലിംഗിൽ പോലും പിണറായി വിജയൻ പറഞ്ഞയക്കുന്ന രാഷ്ട്രീയ മൂന്നാമനാണ് ഈ അജിത് കുമാർ എന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ദിവസങ്ങളിൽ ഒരു ഇടതുപക്ഷ MLA, ഒരു MLA അല്ല, ഇടതുപക്ഷത്തിന് വേണ്ടി എല്ലാ കൊള്ളരുതായ്മകളെയും ന്യായീകരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും അടിമയായ ഭക്തനായിരിക്കുന്ന പിണറായി വിജയൻ തനിക്ക് പിതൃതുല്യനാണ്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ സംതൃപ്തിയുണ്ടെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നാണ് പത്രവാർത്ത. നട്ടലോടുകൂടി അൻവർ ഈ പോരാട്ടത്തിന് മുന്നോട്ട് വന്നാൽ പൂർണ്ണമായും രാഷ്ട്രീയമായ എല്ലാ പിന്തുണയും കേരളത്തിലെ യൂണിയൻ
അൻവറിന് സഹായികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ KT ജലീൽ MLA, മറ്റൊരു റസാഖ് കാരാട്ട്. പിന്നെ കാരാട്ട് പ്രകാശിന്റെ ബന്ധുവാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇവരെല്ലാവരും അദ്ദേഹത്തിന് ലക്ഷോപലക്ഷം പാർട്ടി പ്രകടനങ്ങളുടെ വികാരമാണ് ഞങ്ങൾ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനം.